ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നതേ നമ്മൾ വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞ് പിറ്റേ ദിവസം എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇന്നിവിടെ ചേട്ടൻ്റെ പപ്പയും മമ്മിയൊക്കെ ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചുള്ള ഓരോ കുഞ്ഞു കുഞ്ഞു കുക്കിങ്ങും കാര്യങ്ങളും വർക്കിങ്ങും ഒക്കെ ആയിട്ട് അങ്ങനെ നടക്കണം. അപ്പോൾ ഒത്തിരി ജോലികളുണ്ട് രാവിലെ തൊട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ രാവിലത്തേക്ക് ഇന്ന് ഒരുമിച്ചായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പവും മുട്ടക്കറിയും ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ വാങ്ങിപ്പിക്കുക ചെയ്ത് എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ എല്ലാവർക്കും കൂടെ ഇനി ഉച്ചയ്ക്ക് തൊട്ടൊക്കെ ഉള്ളത് കുക്ക് ചെയ്യണം. അപ്പോൾ ഓരോരോ കൊച്ചു കൊച്ചു കുക്കിങ്. അപ്പോൾ കപ്പ ഉണ്ടാക്കാമെന്ന് ഓർത്തു, കുറച്ച് കപ്പ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ കപ്പ പിന്നെ ചിക്കൻ കറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സെറ്റാക്കണം. അപ്പോൾ ആ ജോലി തിരക്കിലാണ് ഞാൻ. അപ്പോൾ കിച്ചണിലേക്ക് കിടക്കട്ടെ. പിള്ളേരൊക്കെ അവിടെ സൈക്കിൾ ഓട്ടുന്നുണ്ടായിരുന്നു. ഇതിലെ പോയി അഞ്ജലി ഉണ്ട്, ഗ്രേസ് ഉണ്ട്, മിടുവിൻ്റെ നാത്തൂൻ്റെ പിള്ളേരുണ്ട്. നല്ല കളിയാണ് അവർ, അകത്ത് ഭയങ്കര കളിയാണ് കുറേ പേര്. ഇവിടെ കൊച്ചങ്ങളെല്ലാവരും കൂടെ താഴെ ഭയങ്കര കളി കേട്ടോ. പിന്നെ ഞാനും മാമയും കൂടെ ഒന്ന് കുക്കിങ്ങിന് കടന്നിരിക്കുകയാണ്. ഞങ്ങൾ ഒരുമിച്ചുള്ള കുക്കിങ്ങാണ്. അപ്പോൾ എന്തെങ്കിലും നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റം ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കിച്ചണിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ കപ്പയൊക്കെ ഉണ്ടാക്കാനുണ്ട്, പിന്നെ ചിക്കൻ, ചോറ്, ഉപ്പേരി അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടാക്കണം. പാപ്പൻ, അതായത് ചേട്ടൻ്റെ പപ്പ, ആൾ ന്യൂസ് പേപ്പറൊക്കെ വായിച്ച് കിടന്ന് ന്യൂസ് പേപ്പറൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ റെസ്റ്റ് ചെയ്യണം ആൾ. അപ്പോൾ ഞാനും മാമയും കൂടെ ഒരുമിച്ച് ഇന്നത്തേക്കുള്ള ലഞ്ച് പ്രിപ്പറേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുകളിൽ കുക്കിങ്ങൊക്കെ നടത്തുമ്പോൾ നല്ല ചൂടാട്ടോ. ഫാൻ ഉണ്ട്, പക്ഷേ നമ്മൾ ഫാൻ ഓണാക്കി കഴിഞ്ഞാൽ ഫ്ലെയിം കെട്ടുപോകും. അപ്പം ഞാനും മാമയും കൂടെ ഉച്ചക്കലത്തേക്കുള്ള ലഞ്ച് പ്രിപ്പറേഷനാണ്. മാമ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, ഞങ്ങൾ ഒരുമിച്ചുള്ള എല്ലാ ജോലികളും ചെയ്യണം. അപ്പോൾ കപ്പ ഒരു ട്രിപ്പ് വേവിച്ചു കഴിഞ്ഞു, കുറച്ചും കൂടെ വേവിക്കാനുണ്ട്. അവിടെ പുതിയ കുക്കർ നമ്മുടെ ഇനാഗുറേഷൻ നടത്തിയിട്ടുണ്ട്, പുതിയ കുക്കറിൽ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പിന്നെ പയറുപ്പേരി ഉണ്ടാക്കണം. പയറുപ്പേരിക്ക് ഇതേ പയറൊക്കെ ചേട്ടൻ കട്ട് ചെയ്ത് തന്നു. പിന്നെ പച്ചമുളക്, സവോള, കറിവേപ്പില കാര്യങ്ങളൊക്കെ അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. കപ്പയിലേക്ക് ചേർക്കാനുള്ള തേങ്ങ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങയും പച്ചമുളകും എന്തൊക്കെ ഇട്ടതാണ് അരപ്പിലേക്ക് മഞ്ഞളും ചെറിയുള്ളി, മഞ്ഞപ്പൊടി ചെറിയുള്ളി അതൊക്കെ ചേർത്ത് മിക്സാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ ഇവിടെ വന്നിട്ട് ഞങ്ങൾ പതിവ് പടി തേങ്ങ 2 ചിരവി അത് കുറച്ച് ഞാൻ ഫ്രീസറിൽ വെച്ചു, കുറച്ച് തേങ്ങ ചെപ്പിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്ത് പിന്നെ ഉപയോഗിക്കാം. അപ്പോൾ ഇനി പയറുതോരയിലേക്ക് വേണം തേങ്ങ. കപ്പയിലേക്ക് എടുത്തു, പയറുതോരയിലേക്ക് ഉള്ളത് കുറച്ചെടുത്ത് ഞാൻ ഇവിടെ ഫ്രിഡ്ജിനകത്ത് ഫ്രീസറിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി കഴുകി വയ്ക്കാനുണ്ട്. അങ്ങനെയൊക്കെ അങ്ങനെ വീണ്ടും നീങ്ങിക്കൊണ്ടിരിക്കും. ചോറ് വെച്ചു, ചോറ് ഊറ്റി വെച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ചോറ് കണ്ടോ, ചോറ് ഇവിടെ ഞാനിങ്ങനെ ഊറ്റി വെച്ചേക്കാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വിശേഷങ്ങളും തമാശകളൊക്കെ പറഞ്ഞ് കുക്കിംഗ് എല്ലാം ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സമയം പോയതൊന്നും അറിഞ്ഞില്ല, വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ ലഞ്ച് പ്രിപ്പറേഷനും തീർന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ലഞ്ച് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നന്നായിട്ട് ഉച്ചയ്ക്ക് വിശ്രമിച്ചു, ഉറങ്ങി എണീറ്റു. ഇനി ഞാനും ചേട്ടൻ്റെ പപ്പയും മമ്മിയും കൂടെ ഞങ്ങൾ ഒരുമിച്ച് അപ്പച്ചൻ്റെ വീട്ടിലേക്ക് പോകണം. എൻ്റെ ചെറുപ്പം വീട്ടിലേക്ക് പോകണം. അപ്പോൾ അവിടെ പോയി അവിടെ കോഴി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണുകയും ചെയ്യും. ഇവർക്ക് അതൊക്കെ കാണാൻ, കോഴി താറാവിനെയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടം. സണ്ണി വളർത്തുന്ന കോഴി താറാവൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. അയൽവക്കത്തെ വീട്ടിലെ ചേച്ചിമാരുടെ അടുത്തൊക്കെ ഒന്ന് പോവുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പച്ചൻ്റെ അനിയന്മാരുടെ അടുത്തും കൂടി ഒന്ന് കൊണ്ടുപോകണമെന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഞങ്ങൾ ഇറങ്ങണം. അഞ്ചു വരുന്നില്ല കേട്ടോ. അഞ്ചും പിന്നെ അനിയത്തിയുടെ മോനും അതുപോലെ ആങ്ങളെയും അവർ 4 പേരും കൂടെ മാളയിലുള്ള ഒരു പള്ളിയിൽ പോയേക്കാണ് കുർബാനയ്ക്കായിട്ട്. ഞങ്ങൾ ഇവരെയും കൊണ്ട് ഇവിടേക്കും പോകണം. അപ്പം എൻ്റെ പഴയ ഓർമ്മകളൊക്കെ പുതുക്കാനായിട്ട്, ആ ചെറുപ്രായം
മുതൽ ഞാൻ ജനിച്ച നാൾ മുതൽ വളർന്നു വന്ന ആ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഈ യാത്രയിൽ ഞാനും ചേട്ടനും അതുപോലെ തന്നെ ചേട്ടൻ്റെ പപ്പയും മമ്മിയും ഞങ്ങൾ 4 പേരും കൂടെ ഒരുമിച്ചാട്ടോ പോയത്. പിന്നെ ഈ യാത്ര എന്ന് പറഞ്ഞാൽ എനിക്ക് ഉള്ള ഇമ്പോർട്ടൻസിൻ്റെ അത്രയൊന്നും മറ്റാർക്കും തോന്നില്ലല്ലോ. കാരണം എൻ്റെ ആ ഒരു ചെറുപ്രായം മൊത്തം ഞാൻ സ്പെൻഡ് ചെയ്ത പഴയ ഓർമ്മകളെല്ലാം പുതുക്കാൻ പറ്റിയ എൻ്റെ സ്വന്തം വീട്. അവിടെ എനിക്ക് എപ്പോഴും അപ്പച്ചൻ്റെ അമ്മയുടെയൊക്കെ പ്രസൻസ് എപ്പോഴും തോന്നുന്ന ഒരു വീട് കേട്ടോ അത്. അപ്പോൾ പോകാനും ഭയങ്കര സന്തോഷവും ആകാംക്ഷയൊക്കെ ആയിരുന്നു. വീട് കാണാനുള്ള തിടുക്കമായിരുന്നു എനിക്ക്. അപ്പം അങ്ങനെ ഞങ്ങളുടെ സ്വന്തം വീടിൻ്റെ ഫ്രണ്ടിലെത്തി. നമ്മുടെ സ്വന്തം വീട് കാണുമ്പോൾ നല്ലൊരു സന്തോഷമല്ലേ. ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ ആ ഒരു കൊച്ചു വീട്. അങ്ങനെ വീടും പരിസരമൊക്കെ ഞാൻ ചുറ്റി നടന്ന് കണ്ട് സന്തോഷിച്ചു. ഇവിടുത്തെ ഓരോ തരി മണ്ണിനും എന്നോട് ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. അപ്പം ആ കഥകളൊക്കെ കേൾക്കാനും ഈ പരിസരമൊക്കെ കാണാനും ഒക്കെ ആസ്വദിക്കാനൊക്കെ ഭയങ്കര ഒരു സന്തോഷം തോന്നിയിട്ടോ മനസ്സിൽ. ഞാനും എൻ്റെ അനിയത്തിയും എൻ്റെ ആങ്ങളെയും ഞങ്ങൾ 3 പേരും ചെറുപ്പത്തിലെ ഒരുപാട് കളിച്ച് വളർന്ന വീട്. അപ്പം അങ്ങനെ ഞങ്ങൾ വീടൊക്കെ കണ്ട് താറാവിനെയും കോഴീനെയൊക്കെ കണ്ട് അതിന് ശേഷം വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഫ്രണ്ട് സൈഡിലേക്ക് വീണ്ടും വന്നു. അപ്പോൾ അവിടെയുള്ള ചെടികളും പിന്നെ മരങ്ങളും അതുപോലെ ജാതി തെങ്ങ് അതിൻ്റെയൊക്കെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പാപ്പനോടും മാമോടൊക്കെ അങ്ങനെയൊക്കെ സംസാരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞാൻ അയൽവക്കത്തുള്ള വീട്ടിലെ ചേച്ചീൻ്റെയൊക്കെ കാണാൻ പോയി. അതിനുശേഷം അപ്പച്ചൻ്റെ അനിയന്മാരുടെ വീടുകളിലേക്കും പാപ്പനെയും മാമേനെയും കൊണ്ടുപോയായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ എല്ലാവർക്കും ചിലപ്പോൾ എല്ലാവരുടെയും നമ്മൾ വീഡിയോ എടുക്കുന്നത് ചിലപ്പോൾ അത്രയ്ക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടുത്തെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അതിന് ശേഷം അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങണതിന് മുമ്പ് തന്നെയായിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ. പാപ്പനെയും മാമേനെയും ചേട്ടനെയൊക്കെ കൂട്ടി നിർത്തി ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിന്ന്. അപ്പോൾ അതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് പോയത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരുടെയും വീടുകളിലൊക്കെ പോയി തിരിച്ചു വന്നപ്പോഴേക്കും നല്ല ഇരുട്ടായിട്ടോ, നല്ല രാത്രിയായി. അപ്പോൾ പിന്നെ ഞാൻ രാത്രിയിൽ വീഡിയോ ഒന്നും എടുത്തില്ല. ഇതിപ്പോൾ ഞാൻ പിറ്റേ ദിവസം രാവിലെ എടുക്കുന്ന വീഡിയോ കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഞങ്ങൾ 3 പേരും, ഞാനും അനിയത്തിയും മിടുവും ഞങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ചുള്ള ഒരു കുക്കിംഗാണ് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ കൊച്ചുങ്ങളെല്ലാവരും ഉണ്ട്, അതുപോലെ പാപ്പനും മാമയും ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലക്കറിയാണ്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി. പുട്ടും കടലക്കറിയും പിന്നെ പഴമുണ്ട് കേട്ടോ. പുട്ടും പഴം വേണമെങ്കിൽ അങ്ങനെ. അപ്പോൾ അമ്മയുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അമ്മേനതേ ഏൽപ്പിച്ച് ബ്രഷൊക്കെ ചെയ്ത് ഇവിടെ ഇരുന്ന് അമ്മയുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അവിടെ ആ റൂമിൽ അവരെല്ലാവരും പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട് എപ്പോഴും. അപ്പം അങ്ങനെ പുട്ടും പഴവും കടലക്കറിയും പിന്നെ മാമ കുറച്ച് കപ്പ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അങ്ങനെ കപ്പയും അതൊക്കെ കൂട്ടി ഞങ്ങൾ ഇതേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വർത്താനവും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം കേട്ടോ. പിന്നെ നാളെയാണ് ആൽവിൻ വരുന്ന ദിവസം. അപ്പം മോൻ വരുമ്പോൾ കാണാനുള്ള ഒരു ആകാംക്ഷയിൽ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മോൻ വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി നമുക്ക് വീണ്ടും വരാം. പിന്നെ ഞങ്ങൾ കോഴിക്കോട്ടേക്ക് പോയ വിശേഷങ്ങളും ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനിടയ്ക്ക് ഇനിയും ഗ്യാപ്പിൽ 2-3 വീഡിയോസ് കിടപ്പുണ്ട് അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ അത് ഞാൻ സമയം കിട്ടുന്ന പോലെ അതും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒട്ടും തന്നെ മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ലിജീസ് വ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.